ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പഞ്ചാബിലെ സിഖ് മതസ്ഥരുടെ ക്രിസ്ത്യാനിലേക്കുള്ള മാസ് കൺവേർഷനെക്കുറിച്ചുള്ള രണ്ട് വ്യക്തിജീവിതങ്ങളുടെ അഭിപ്രായങ്ങളെ നമുക്കിന്ന് കേൾക്കാം. ഒന്ന്, മാത്യൂസ് ഷമുവേൽ എന്ന് പറയുന്ന യൂട്യൂബറും അതുപോലെ തന്നെ അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലിൻ്റെ അഡ്മിനായിരിക്കുന്ന ബിജോ നായർ എന്ന് പറയുന്ന വ്യക്തിയും പഞ്ചാബിലെ മാസ് കൺവേർഷനെ കുറിച്ചുള്ള അവരുടെ വ്യത്യസ്തമാകുന്ന അഭിപ്രായങ്ങളാണ്. എന്നാൽ ഈ അഭിപ്രായങ്ങൾ നിങ്ങൾ കേട്ടതിന് ശേഷം വർഷങ്ങളോളം പഞ്ചാബിൽ മിഷണറിയായി പ്രവർത്തിച്ച എനിക്കും പഞ്ചാബിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. അത് ഈ വീഡിയോ നിങ്ങൾ കേട്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം. ആദ്യമായി നിങ്ങൾ ഈ വീഡിയോ ഒന്ന് വാച്ച് ചെയ്താൽ. അമേരിക്കയിൽ നിന്നും കാനഡയിൽ നിന്നും ധാരാളം പണം ഇവാഞ്ചലിക്കൽ ചർച്ചുകാർ പഞ്ചാബിലേക്ക് കൊടുക്കുന്നുണ്ട്. പഞ്ചാബിനെ ടാർഗറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം അവരുടെ ആളുകൾ അമേരിക്കയിലും കാനഡയിലും ഉണ്ട്. അപ്പൊ പ്രധാനമായിട്ട് ആദ്യമേ കാനഡയിലും അമേരിക്കയിലുള്ള സിഖുകാരെ മതം മാറ്റുക, എന്നിട്ട് അവരെ ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് മാറ്റുക. ഇവാഞ്ചലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഈ ലോകം മുഴുവൻ ഗോസ്പൽ, ഈ സുവിശേഷം സ്പ്രെഡ് ചെയ്യുക. ഈ ലോകം മുഴുവൻ മതം മാറ്റുന്നത് മുസ്ലിമുകളാണെന്നാണല്ലോ ഇവരുടെ എല്ലാം വ്യാഖ്യാനം. ബൈബിൾ വായിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാമല്ലോ, ലോകം മുഴുവൻ ദൈവത്തിന്റെ ഭരണത്തിന് കീഴിൽ കൊണ്ടുവരണമെന്ന് ബൈബിളിൽ എഴുതി വെച്ചിട്ടില്ലേ? ഇവര് അങ്ങനെ എഴുതി വെച്ചിരിക്കാൻ തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ അവരെ ഇസ്ലാമിനെ അത് വെച്ചടിക്കുന്നു. അവിടെ മാത്രമേ എന്റെ പ്രശ്നം. നിങ്ങൾ ചെയ്തോ, പക്ഷെ മറ്റുള്ളവരെ ചെയ്യാൻ നിങ്ങൾ അനുവദിക്കുന്നില്ല. ആരും ഇവിടെ ബലം പ്രയോഗിച്ച് അല്ലെങ്കിൽ ആളുകളെ തോക്കു ചൂണ്ടി നമ്മുടെ സംഘപരിവാർ ഘർ വാപ്പസ് ചെയ്യുന്ന പോലെ ക്രിസ്ത്യാനികളും മതം മാറ്റുന്നില്ല, മുസ്ലിമുകളും മതം മാറ്റുന്നില്ല. അത് വാസ്തവമാണ്. അപ്പോ ഈ ഇവാഞ്ചലിക്കൽ ചർച്ചിലെ ആളുകൾ ഈ കാനഡയിലും അമേരിക്കയിലും വരുന്ന മറ്റേ സിഖുകാരായിട്ടുള്ള ആളുകളെ മതം മാറ്റുന്നു. അങ്ങനെ മതം മാറ്റി കഴിഞ്ഞാൽ അവരെ ഇതിന്റെ ഈ ഗോസ്പൽ സ്പ്രെഡ് ചെയ്യുന്ന ഇവാഞ്ചലിസ്റ്റ് ആയിട്ട് മാറുന്നു. അവര് ഇന്ത്യയിലേക്ക് തലക്കെട്ടൊക്കെ കെട്ടി പോകുന്നു. എന്നിട്ട് അവരവരുടെ ഗ്രാമങ്ങളിൽ ഈ പണം മുഴുവൻ കൊണ്ടുവന്ന് ഒഴുക്കുന്നു. എന്നിട്ട് അവിടുത്തെ ഗ്രാമത്തിലുള്ള മറ്റാളുകളോട് പറയുന്നു, നിങ്ങൾ ഇത്രയും കാലം ഹിന്ദുവായിട്ടും സിഖുകാരുമായിട്ടൊക്കെ ജീവിച്ചിട്ട് എന്താ പ്രയോജനമുണ്ട്? ഒരു കാര്യവുമില്ല. നിങ്ങൾ മതം മാറി ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൂട്ടത്തോടെ കാനഡയിലേക്കും അമേരിക്കയിലേക്കും കൊണ്ടുപോകാന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നുണ്ട്. ഇത് നടക്കുന്ന കാര്യമാണ്. പണം മുഴുവൻ വരുന്നത് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നാണ്. പ്രധാനമായിട്ടും UK, അമേരിക്ക, കാനഡ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന്, ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ നിന്ന് പണം വരുന്നു. ഇവിടെ എല്ലാം സിഖ് കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് പണം വരുന്നു. ആ പണം കൊണ്ടുപോയി ഇവിടെ ഉപയോഗിക്കുന്നു, പഞ്ചാബിലോ ഉപയോഗിക്കുന്നു. പണം കൊടുത്ത് ആളുകളെ മതം മാറ്റുന്നു. അവരെ വീസ എടുത്ത് ഈ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോകുന്നു. അങ്ങനെ അവർ അവിടെ നിന്നുകൊണ്ട് ഈ ഇന്ത്യയിലെ മാസ് കൺവേർഷൻ ഓർക്കസ്ട്രേറ്റ് ചെയ്യുന്നു. ഇതാണ് ഇപ്പൊ ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഡോക്ട്രെയിൻ ഉണ്ട്. നമ്മൾ ഞെട്ടിപ്പോകുന്ന സംഭവമാണ്. എന്താ ഡോക്ട്രെയിൻ? നിങ്ങൾ ഇവരെ അടിച്ചാലോ ഉപദ്രവിച്ചാലോ ഇവര് നിങ്ങളെ ഒന്നും ചെയ്യത്തില്ല. കാരണം ഇവര് കരയോ ഒന്നും ചെയ്യത്തില്ല. ഇവര് ചിരിച്ചോട്ടേ പോകും. അവരെ പഠിപ്പിക്കുന്ന ടീച്ചിങ് അതാണ്. ഇതിന്റെ പേരിലാണ് പലയിടത്തും, അതായത് ജയിലിൽ പോയാലും പലയിടത്തും ഇവർക്ക് ശത്രുക്കളില്ല. ഇവരുടെ അതുപോലെ ഞാൻ പറഞ്ഞ അഗ്രസീവ് ഇവര്, പക്ഷെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗോസ്പലാണ്. ആ ലക്ഷ്യമാണ് നമ്മൾ കണ്ടത്, പഞ്ചാബിൽ കണ്ടത്, മലയാളികളില്, അതേപോലെ തന്നെ ആന്ധ്രയെ കണ്ടു, അതേപോലെ തന്നെ ഈ തമിഴ്നാട്ടിൽ കണ്ടു. ഞാൻ ഈ കർണാടകയെ പറ്റിയും മഹാരാഷ്ട്രയെ പറ്റിയൊക്കെ ഞാൻ പറയാം. കാരണം നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്തുവാണ് ഈ സംഭവം നടക്കുന്നത് ഈ ലോകത്ത്, ഇന്ത്യയിൽ. കാരണം ഇതായിരിക്കും ഇന്ത്യയിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും വലിയ ചർച്ച. കാരണം ഇന്ത്യയുടെ സോഷ്യോളജി, സോഷ്യൽ സ്ട്രക്ചറും മുഴുവനും ചേഞ്ച് ആവുകയാണ്. കാരണം പെൻഡക്കോസ്റ്റ് റിവൈവൽ എന്ന സംഭവം എന്ന് പറയുന്നത് ഗ്ലോബലായിട്ടുള്ള ചേഞ്ച് ആണ്. പിന്നെ അതിനെപ്പറ്റി നിങ്ങളോട് ചൈനയിൽ ഉണ്ടായ സംഭവം പറയാം വേറൊരു വീഡിയോയിൽ. എന്താണ് കൊറിയയിൽ സംഭവിച്ചത് അത് പറയാം. അതേപോലെ ലോകത്തിന്റെ പല ഭാഗത്തും എന്താണ് സംഭവിച്ചത്, പെൻഡക്കോസ്റ്റൽ റിവൈവൽ. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വത്തിക്കാൻ പണമോ സോണിയാഗാന്ധി പണമോ ഒരു പുല്ലുമല്ല. നിങ്ങൾ ആ രണ്ടു പേരുടെയും അഭിപ്രായങ്ങൾ ആ വീഡിയോയിലൂടെ സസൂക്ഷ്മം മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്നാൽ ഇവിടെ ചില കാര്യങ്ങൾ പഞ്ചാബിലെ മാസ് കൺവേർഷനെ കുറിച്ച് എനിക്ക് പറയുവാനുണ്ട്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. എന്നൊരിക്കൽ കൂടി ഈ അഭിപ്രായം കേട്ടതിന് ശേഷം എപ്രകാരമാണ് ഈ മീഡിയകൾ ഈ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ചയെ വികലമായി കാണുന്നതെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അപ്രിയ സത്യങ്ങൾ എന്ന് പറയുന്ന ആ ചാനലിലെ ബിജു നായർ എന്ന് പറയുന്ന
ബിനോജ് നായർ എന്ന് പറയുന്ന ആ വ്യക്തി, അദ്ദേഹം അവിടെ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന വളരെ വികലമാകുന്നൊരു കാഴ്ചപ്പാട്, പഞ്ചാബിലെ മിഷണറിമാർ ധാരാളമായി പണങ്ങളെ വിദേശത്തു നിന്ന് കണ്ടെത്തുകയും ആ സമ്പാദ്യത്തെ ഇല്ലെങ്കിൽ ആ പണത്തെ മുഴുവനും പഞ്ചാബിൻ്റെ പാവപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഗ്രാമങ്ങളിൽ ഒഴുക്കി അവരെ ഈ പൈസ കൊടുത്ത് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കുന്നുവെന്നാണ് അദ്ദേഹം അവിടെ സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അതുപോലെ തന്നെ പാവങ്ങളാകുന്ന പഞ്ചാബികളുടെ അരികിലേക്ക് മിഷണറിമാർ കടന്നു ചെല്ലുകയും അവരുടെ ഇടയിൽ ഒരു മതവിദ്വേഷമുണ്ടാക്കി, നിങ്ങൾ ഇത്രയും കാലം നിങ്ങളുടെ ധർമ്മത്തിൽ വിശ്വസിച്ചിട്ട് നിങ്ങളുടെ ഗുരുദ്വാരകളിൽ നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾക്കൊരു മാറ്റമില്ലാത്തത്, ഇങ്ങനെ നിങ്ങൾ തുടരുന്നത് എന്നവരെ വളഞ്ഞ വഴികളിലൂടെ പറഞ്ഞ് മനസ്സിലാക്കുകയും ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ധനപരമായും അതുപോലെ മറ്റ് സഹായങ്ങളൊക്കെയും ചെയ്തുകൊണ്ട് നിങ്ങളെ ഒരു സമൂഹത്തിലെ മുഖ്യധാരയിലേക്ക് ഞങ്ങൾ കരം പിടിച്ച് നയിക്കാമെന്ന് പൊള്ള വാഗ്ദാനങ്ങളെ കൊടുത്തുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഇപ്രകാരം പഞ്ചാബിലുള്ള വ്യക്തിജീവിതങ്ങളെ ഇല്ലെങ്കിൽ മനുഷ്യരെ ക്രിസ്തു മതത്തിലേക്ക് ആകർഷിക്കുന്നതാണ് അദ്ദേഹം പറഞ്ഞ് സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നത്. എന്നാൽ മാത്യു സാമുവൽ എന്ന് പറയുന്നയാൾ വ്യക്തമായ ചില കാര്യങ്ങളെ പറയുന്നത്, പഞ്ചാബിൽ ഇപ്രകാരമുള്ള ധനപരമാകുന്ന സഹായങ്ങൾ കൊടുത്തോ, മറ്റ് പാൽപ്പൊടി അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യമാകുന്ന വസ്തുക്കൾ ഒക്കെ കൊടുത്തിട്ട് മറ്റ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് വരുന്ന കറൻസിയോ യൂറോയോ കാണിച്ച് അവരെ മയക്കിയിട്ടല്ല ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുന്നത് എന്ന് ഈ മാത്യു സാമുവൽ എന്ന് പറയുന്ന ആൾ വളരെ വ്യക്തമായും അത് അദ്ദേഹത്തിൻ്റെ ചാനലിലൂടെ പറയുന്നുണ്ട്. എന്നാൽ ഈ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന കേവലം കേരളത്തിലെ സോഷ്യൽ മീഡിയകൾ മാത്രമല്ല. നിങ്ങൾക്ക് ഹിന്ദി അറിയാമെങ്കിൽ എന്തുകൊണ്ടാണ് പഞ്ചാബിലെ ക്രിസ്ത്യാനിറ്റി അല്ലെങ്കിൽ സിഖ് മതസ്ഥർക്ക് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ആകുന്നെന്ന് ഹിന്ദിയിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ 100 കണക്കിന് വീഡിയോകൾ യൂട്യൂബേഴ്സ് ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ വാച്ച് ചെയ്യുന്ന വലിയ വലിയ യൂട്യൂബ് ചാനലുകൾ മാസങ്ങൾക്ക് മുമ്പേ വർഷങ്ങൾക്ക് മുമ്പേ പഞ്ചാബിലെ മതപരിവർത്തനത്തെക്കുറിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്കുള്ള സിഖ് മതസ്ഥരുടെ ആ ഒഴുക്കിനെക്കുറിച്ച് വളരെ വ്യക്തമായും പറഞ്ഞിട്ടിട്ടുണ്ട്. അങ്ങനെ അനേക ചാനലുകളുണ്ട്. ഞാൻ ആ ചാനലുകളൊക്കെ മിക്കവാറും വാച്ച് ചെയ്യുന്ന ആളാണ്, അവരുടെ അഭിപ്രായങ്ങൾ അറിയുന്നതിന് വേണ്ടി. എന്നാൽ ഈ ചാനലുകളൊന്നും യഥാർത്ഥമായി ഈ പഞ്ചാബിലെ ക്രിസ്ത്യാനിറ്റിയുടെ ഇടയിലേക്ക് കടന്നു ചെന്നോ അല്ലെങ്കിൽ ആ സിഖ് സമൂഹത്തിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതപരിവർത്തനം ചെയ്ത വ്യക്തിജീവിതങ്ങളെ സന്ദർശിച്ച് അവരിൽ നിന്ന് ആരിൽ നിന്നും ഒരു ഇൻ്റർവ്യൂ എടുക്കുവാനോ അവരുടെ ഇടയിൽ ചെന്ന് വസ്തുത മനസ്സിലാക്കുവാനോ ഇവരാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ അപ്രിയ സത്യങ്ങളെന്ന് പറയുന്ന ആ ചാനലിൻ്റെ ഉടമ ബിനോജ് നായർ, അദ്ദേഹത്തിന് ഹിന്ദി അറിയാമെങ്കിൽ ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സഹായിയെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് പഞ്ചാബിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിലേക്ക് കടന്നു ചെന്നിട്ട് ഡയറക്റ്റായിട്ട് അവരുമായിട്ട് ഇൻ്റർവ്യൂ ചെയ്ത് അവരാരെങ്കിലും ഇപ്രകാരം ഒരു അഭിപ്രായം പറഞ്ഞ് ഞങ്ങൾ സാമ്പത്തികപരമാകുന്ന സഹായം പ്രാപിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഞങ്ങൾക്കിങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ പോയിട്ടില്ല എന്ന് തെളിയിക്കാൻ കഴിയുമെങ്കിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഇനി അദ്ദേഹത്തിന് ഒരു സഹായിയെ കിട്ടുന്നില്ലെങ്കിൽ ഞാൻ റെഡിയാണ് പഞ്ചാബിലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുവാൻ. കാരണം ഞാൻ വർഷങ്ങളോളം പഞ്ചാബിൽ താമസിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനം ചെയ്തയാളാണ്. അതുപോലെ അവിടെ സ്പോക്കൺ ഇംഗ്ലീഷൊക്കെ പഠിപ്പിച്ചിരുന്ന ഒരു അധ്യാപകനും കൂടെയാണ് ഞാൻ. അധ്യാപകനായും ഇവാഞ്ചലിസ്റ്റായും ഒക്കെയും വർഷങ്ങളോളം ഞാൻ പഞ്ചാബിൽ വർക്ക് ചെയ്തൊരു വ്യക്തിയാണ്. പഞ്ചാബിലെ കൺവേർഷൻ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ ഒരു കാര്യമല്ല. കോൺഗ്രസ് ഗവൺമെൻറ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോൾ തന്നെ പഞ്ചാബിൽ മാസ് കൺവേർഷൻ നടക്കുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ അനേക പഞ്ചാബികൾ സിഖ് മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിറ്റിയിലേക്ക് ചേക്കേറുന്നുണ്ട്. ഗുരുദ്വാരകൾ ഉപേക്ഷിച്ച് അവർ ക്രിസ്ത്യൻ ആ പള്ളികളിലേക്ക് ആരാധനയ്ക്കായി കടന്നു വരുന്നുണ്ട്. അത് ക്രിപ്റ്റോ ക്രിസ്ത്യൻ ആണെങ്കിലും പബ്ലിക്കായിട്ട് വരുന്നവരാണെങ്കിലും അനേകായിരങ്ങൾ അന്ന് തന്നെ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരുന്ന നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഞാൻ സെമിനാരിയിൽ പഠിക്കുമ്പോൾ
അവിടെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് കടന്നു വന്ന പഞ്ചാബികൾ എൻ്റെ സുഹൃത്തുക്കളായി 8-10 വ്യക്തിജീവിതങ്ങൾ അന്ന് ബൈബിൾ കോളേജിൽ പഠിക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം കടന്നു ചെന്ന് ഈ ക്രിസ്ത്യൻ മിഷണറിമാരായി വീണ്ടും അവരുടെ ഗ്രാമങ്ങളിൽ പ്രവർത്തിക്കുകയാണ്, അല്ലെങ്കിൽ പട്ടണങ്ങളിൽ പ്രവർത്തിക്കുകയാണ്. അവരുടെ പിതാക്കന്മാരൊക്കെ അവിടെ വലിയ സഭകളുള്ളവരാണ്. അങ്ങനെയുള്ളവരെ എനിക്കറിയാം. അങ്ങനെ അവരാരും ദളിത് കമ്മ്യൂണിറ്റി അല്ല, ഒറിജിനൽ സിഖുകാരായി സിഖ് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും സ്റ്റാൻഡേർഡായിട്ടുള്ള ആൾക്കാർ, വലിയ ധനവാന്മാരായിട്ടുള്ള ആളുകൾ ബൈബിൾ കോളേജിൽ വന്ന് പഠിച്ച് സിഖ് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഇപ്പോഴും എന്താണ് സുവിശേഷ പ്രവർത്തനം ചെയ്യുന്നവരുണ്ട്. അപ്പോൾ സിഖ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന്, കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വിദേശത്ത് ജോലി ചെയ്യുന്ന ആളുകൾ പഞ്ചാബികളാണ്. അപ്പോൾ അവർ കാനഡയിലൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുപോലെ അമേരിക്ക, മറ്റ് യൂറോപ്യൻ ഇതര രാജ്യങ്ങളിൽ കടന്നുപോയി അവിടെ ജോലിയോട് ഉള്ള ബന്ധത്തിൽ താമസിക്കുന്ന അനേക സിഖ് മതസ്ഥരുണ്ട്. അത് ഈ ബിജോ നായർ എന്ന് പറയുന്ന ആൾ പറയുന്ന വളരെ വ്യക്തമായ കാര്യമാണ്. അവർ വിദേശ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പോകുന്നവരാണ്, വലിയ സാമ്പത്തിക ഭദ്രതയുള്ളവരാണ് സിഖുകാരെന്ന് പറഞ്ഞാൽ. എനിക്ക് തോന്നുന്നു കേരളത്തെക്കാളും കൂടുതൽ സമ്പാദ്യമുള്ളവരാണ്, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിൽ ഭദ്രതയുള്ളവരാണ് പഞ്ചാബ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ അവിടെ ഇങ്ങനെ വളരെ താഴ്ന്ന ആൾക്കാർ താമസിക്കുന്ന ഗ്രാമങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ വിരളമായിരിക്കും. കാരണം എല്ലാവർക്കും അവരുടേതാകുന്ന തൊഴിലുകളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അവിടെ ചെന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അവർക്കൊക്കെ സ്ഥലങ്ങളുണ്ട്, വീടുകളുണ്ട്, അവർക്ക് വയലുകളുണ്ട്, അവർ പിന്നെ പശു വളർത്തുന്നവർ, ആട് വളർത്തുന്നവർ, അങ്ങനെ എല്ലാ രീതിയിലും അവരുടെ സാമ്പത്തിക അടിസ്ഥാനമുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് സിഖുകാർ. ഇല്ലാതെ ഒറീസയെ പോലോ യു പിയെ പോലോ ബീഹാറിനെ പോലെയോ മധ്യപ്രദേശിനോ ഛത്തീസ്ഗഡിനെയൊക്കെ പോലെ ദളിത് കമ്മ്യൂണിറ്റി മാത്രം ക്രിസ്ത്യാനിറ്റിയിലേക്ക് വരികയും അങ്ങനെ ഏറ്റവും സമൂഹത്തിലെ സാമ്പത്തിക ഭദ്രത ഇല്ലാത്ത ഒരു സമൂഹമല്ല സിഖുകാരെന്ന് പറയുന്നത്. വളരെ സാമ്പത്തിക ഭദ്രതയുള്ളവരാണ് സിഖുകാർ. അവരോരോരുത്തർക്കും അവരുടേതാകുന്ന സാമ്പത്തിക അടിസ്ഥാനങ്ങളുണ്ട്, അതിനുള്ള സോഴ്സുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ചെറിയ ഒരു സംഖ്യയ്ക്ക് വേണ്ടിയോ ഇല്ലെങ്കിൽ മാസങ്ങളോളം ലഭിക്കുന്ന ഒരു ചെറിയ തുകയ്ക്ക് വേണ്ടി ഒരിക്കലും അവരെന്താണ് കൺവേർഷൻ ചെയ്യാൻ തയ്യാറല്ല. അങ്ങനെ ഒരു ആവശ്യം പഞ്ചാബികൾക്കില്ല എന്ന് വേണമെങ്കിൽ പറയാം. അവിടുത്തെ സഭകളെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒന്നും വിദേശ ഫണ്ട് കൊണ്ട് സ്ഥാപിച്ച സഭകളല്ല. അവിടെ വിശ്വാസികളായി കടന്നു വരുന്നവർ അവരുടെ കൈകൾ ദൈവരാജ്യത്തിന് വേണ്ടി തുറക്കുമ്പോൾ, ഇല്ലെങ്കിൽ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടുത്തെ വ്യക്തിജീവിതങ്ങൾ തന്നെ, അതായത് ഈ ക്രിസ്തുമതത്തിലേക്ക് ആകൃഷ്ടരായിട്ട് വരുന്ന സമ്പന്നരായിരിക്കുന്നവരുണ്ട്. അതുപോലെ സാധാരണക്കാരും ഇടത്തരക്കാരുമുണ്ട്. അവരൊക്കെ ദൈവരാജ്യത്തിന് വേണ്ടി, ഇല്ലെങ്കിൽ ഈ സഭാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന വലിയ എമൗണ്ടുകൾ കൊടുക്കുന്നവരുണ്ട്. അതൊക്കെ കൊണ്ടാണ് അവിടുത്തെ സ്ഥലങ്ങൾ വാങ്ങിക്കുന്ന, സഭകൾ പണിയുന്നത്. ഈവൻ പാസ്റ്റർമാർ അവരുടെ നിത്യ ജീവിതത്തിനുള്ള ആസ്തി കണ്ടെത്തുന്ന തന്നെ അവിടുത്തെ വിശ്വാസികൾ കൊടുക്കുന്നതുകൊണ്ടാണ്. ഒന്ന്, ഈ FCRA എന്ന് പറയുന്ന ഒരു ആക്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് 2010 ഇനാക്റ്റഡ് ആക്കുന്നുണ്ട്. അത് മൻമോഹൻ സിംഗിൻ്റെ ഭരണം നിലനിൽക്കുന്ന കാലത്താണ് ഈ FCR എന്ന് പറയുന്ന ഒരു നിയമം നിലവിൽ വരുന്നത്. അത് ഇപ്രകാരമാണ് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് എന്നാണത്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട്. പുറത്തുനിന്ന് വരുന്ന സാമ്പത്തികങ്ങൾ ഇന്ത്യയിലെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ ഒരു നിയന്ത്രണം കൊണ്ടുവരികയാണ്. അത് 2014 പിന്നീട് 2019 വരുമ്പോൾ ഈ നിയമം ഇന്ത്യയിൽ വളരെ കർക്കശമായിട്ട് നടപ്പിലാക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് BJP ഗവൺമെൻറ് എന്ന് പറയുന്നത്. ഇപ്പോൾ വിദേശത്തുനിന്ന് വരുന്ന ഓരോ ഫണ്ടിനും കണക്ക് കാണിക്കേണ്ട സ്ഥിതിയാണിന്ന് സഭകൾക്കുള്ളത്, അതുപോലെ ഡയോസിസുകൾക്കുള്ളത്. അതുപോലെ ആരുടെയെങ്കിലും പേഴ്സണലായിട്ട് അക്കൗണ്ടിലേക്ക് പോലും സാമ്പത്തികം വന്നാൽ ഇന്നത്തെ ഗവൺമെൻറ് അത് വളരെയധികം സ്ട്രിക്റ്റായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ ബിനോജ് നായർ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത്, ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ എന്ന് പറയുന്ന സംഘടനയാണ് പഞ്ചാബിൽ പ്രവർത്തിക്കുന്നത്. അവരേറ്റവും കൂടുതലുള്ളത് കാനഡയിലാണ്, അല്ലെങ്കിൽ അമേരിക്കയിലാണ്. അപ്പോൾ ആ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻ മിഷണറി പ്രവർത്തനങ്ങൾക്ക് ഭാരിച്ച ഒരു തുക അമേരിക്കയിൽ നിന്നും അതുപോലെ തന്നെ കാനഡയിൽ നിന്നും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും പഞ്ചാബിലേക്ക് ഒഴുകുന്നുണ്ട്. ആ പൈസ കൊണ്ടാണ് പാവങ്ങളായി കിടക്കുന്ന, നിർദ്ധനരായിരിക്കുന്ന, അത്താഴപ്പട്ടിണിക്കാരായിരിക്കുന്ന ജനങ്ങൾക്ക് ഇത് കാണിച്ച് അവരെയാണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവരുന്നുള്ളതാണ്. ബിനോജ് നായർ എന്ന് പറയുന്ന വ്യക്തി ഇന്ത്യ മഹാരാജ്യത്ത് പാർക്കുന്നുവെങ്കിൽ, താമസിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് അല്പമെങ്കിൽ ഇംഗ്ലീഷോ ഹിന്ദിയോ വായിക്കാൻ അറിയാമെങ്കിൽ, അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഈ FCRA എന്ന് പറയുന്ന ആക്ടിനെക്കുറിച്ച് നിങ്ങൾ അറിവുള്ളവനാകണം. അതിൻ്റെ നിയമങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക എന്നുള്ളതാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. ഇത്രത്തോളം സ്ട്രിക്റ്റായിട്ട്
ക്രിസ്ത്യാനിറ്റിയെ വരിഞ്ഞു മുറുക്കുന്ന ഒരു ഗവൺമെൻറ് ഇന്ത്യ മഹാരാജ്യത്ത് ഉണ്ടായിട്ടില്ല. നിങ്ങൾക്കറിയാമല്ലോ, വർഷങ്ങളായി നോർത്ത് ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകൾ, ഏകദേശം 8ഓളം സ്റ്റേറ്റുകളിൽ താമസിച്ചുകൊണ്ട് സുവിശേഷ പ്രവർത്തനം ചെയ്തിട്ടുള്ള ടീച്ചറായി വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് സമൂഹത്തിൻ്റെ പൾസ് എനിക്കറിയാം, ഗവൺമെൻറ്റിൻ്റെ പൾസ് എനിക്കറിയാം. ഗവൺമെൻറ് ചെയ്യുന്ന ഓരോ ആൻറ്റി കൺവേർഷൻ ലോയൊക്കെ പോലെയുള്ള, ആൻറ്റി ക്രിസ്ത്യൻ കൺവേർഷൻ ലോയൊക്കെ പോലെയുള്ളതാകുന്ന ആ ലോകൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഒരു ഗവൺമെൻറ്റാണ് മോദി ഗവൺമെൻറ്. അതിൽ ഛത്തീസ്ഗഡിൽ, മധ്യപ്രദേശിൽ, UP-യിൽ, ഗുജറാത്തിൽ, ജാർഖണ്ഡ് അതുപോലുള്ള എല്ലാ സ്ഥലങ്ങളിലും മതപരിവർത്തനത്തിന് എതിരെയുള്ള നിയമങ്ങളെ ഉണ്ടാക്കി. ഏതെങ്കിലും ഒരു വ്യക്തി മതപരിവർത്തനം ചെയ്താൽ, അല്ലെങ്കിൽ ആരെങ്കിലും അതിന് അങ്ങനെ പ്രേരിപ്പിക്കുന്ന വ്യക്തിക്ക് ജാമ്യം കൂടാതെ 10 വർഷക്കാലം തടവുള്ള ആ ഒരു നിയമം നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഈ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുന്നത്. അത്രത്തോളം സ്ട്രിക്റ്റായിട്ടൊരു ഗവൺമെൻറ് ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമ്പോൾ ഫോറിൻ മണി ഇങ്ങനെ ധാരാളമായിട്ട് ഇന്ത്യയിലേക്ക് ഒഴുകുകയാണെന്ന് പറയുമ്പോൾ ആ ഗവൺമെൻറ്റിൻ്റെ ആ ആധികാരികതയാണ് അവിടെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഗവൺമെൻറ്റിൽ നിന്ന് അതിനുള്ള രേഖകൾ ലഭിക്കും. എപ്രകാരമാണ് അങ്ങനെ പൈസ വരുന്നത്, അങ്ങനെ പൈസ വരുന്നവർ രേഖകൾ ലഭിച്ചിട്ട് ആ രേഖ മുഖാന്തരം ഇത്രത്തോളം എമൗണ്ട് ഒരു വർഷം ഈ ആംഗ്ലിക്കൽ ചർച്ചിന് ഇല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ചർച്ചിന് പഞ്ചാബിലേക്ക് വരുന്നുണ്ടെന്ന് വ്യക്തമായിട്ടും ഒരു രേഖ കാണിക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഈ കാലഘട്ടത്തിൽ അപ്രകാരം ഒരു നിയമം നടപ്പിലാക്കിയത് മുതൽ അപ്രകാരമുള്ള ഫണ്ടുകളെല്ലാം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. അത് റെഗുലേറ്റ് ചെയ്യുകയാണ് ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ റെഗുലേറ്റ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ സാമ്പത്തികപരമാകുന്ന യാതൊരു സഹായവും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വാങ്ങിച്ച് സുവിശേഷ പ്രവർത്തനം ചെയ്യാൻ പാടില്ല, ഇല്ലെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ അവരെ ജയിലിലടയ്ക്കാൻ പറ്റുന്നൊരു നിയമം നിലനിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ നിയമം നടപ്പിലാക്കുവാൻ ഇദ്ദേഹത്തിന് ഗവൺമെൻറ്റിനെ സഹായിക്കാം. ഇങ്ങനെ ചാരിറ്റിക്കായിട്ട് ഇവാഞ്ചലിക്കൽ ചർച്ചിന് പഞ്ചാബിലേക്ക് അധികമായി ധനം ഒഴുകുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഗവൺമെൻറ്റിന് കാണിച്ചു കൊടുക്കാം. അതേതൊരു പൗരനും എന്താണ് ഈ പബ്ലിക് ലിറ്റിഗേഷൻ ഹർജി പോലെയുള്ളത്, പൊതുതാൽപര്യ ഹർജിയൊക്കെ കൊടുത്തുകൊണ്ട് മാസ് കൺവേർഷൻ ഇത് ഭരണഘടനയ്ക്കെതിരാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് അദ്ദേഹത്തിന് അത് കാണിച്ചു കൊടുക്കാൻ കഴിയും. പക്ഷേ ഇതൊന്നുമല്ല പഞ്ചാബിൽ സംഭവിക്കുന്നത്. ഈ മാത്യു സമൂവേൽ എന്ന് പറയുന്ന അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറയുന്നുണ്ട്. ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചാരിറ്റബിളായിട്ടുള്ളതാണ്. അത് സാമ്പത്തികപരമാകുന്ന ചാരിറ്റി അല്ല ക്രിസ്ത്യാനിറ്റി കൂടുതൽ ചെയ്യുന്നത്, ശാരീരികപരമാകുന്ന ചാരിറ്റിയാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ സുവിശേഷ പ്രവർത്തനത്തിലൂടെയുള്ള ചാരിറ്റിയാണ്. അതിനുവേണ്ടി കഷ്ടം സഹിക്കുവാനായിട്ട് മിഷണറിമാർ തയ്യാറാണ്. സമൂഹത്തിനിടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ മിഷണറിമാർ തയ്യാറാണ്. മറ്റുള്ളവരുടെ വേദനകളെ പങ്കുവെക്കുവാൻ, ആ വേദനകളെ ഏറ്റെടുക്കുവാൻ മിഷണറിമാർ തയ്യാറാണ്. അവരുടെ വിഷയങ്ങളിൽ എൻകറേജ് ചെയ്യുവാനും വാക്കുകളിലൂടെ ബലപ്പെടുത്തുവാനും ദൈവവചനം കൊണ്ട് അവരെ ബലപ്പെടുത്തുവാനും മിഷണറിമാർ തയ്യാറാണ്. ഈ പഞ്ചാബിലൊക്കെ പ്രവർത്തിക്കുന്ന മിഷണറിമാർ വളരെ കഷ്ടതയിലൂടെ, പട്ടിണിയിലൂടെ, പ്രയാസത്തിലൂടെ കടന്നു പോകുന്ന അനേക ആ മിഷണറിമാരെ എനിക്കറിയാം. ഞാനും അപ്രകാരം തന്നെ പ്രവർത്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. വളരെ കഷ്ടതയിലൂടെയും പ്രയാസത്തിലൂടെയും പട്ടിണിയിലൂടെ ഒക്കെ കടന്നുപോയ അനേക വർഷങ്ങൾ പഞ്ചാബിൽ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളതാണ്. എന്നാൽ അതിനുശേഷമാണ് അവിടെ പട്ടാളക്കാരുടെ ഇടയിൽ ഒരു പ്രവർത്തനം ഞങ്ങൾ ആരംഭിക്കുകയും അനേക പട്ടാളക്കാർ, എൻ്റെ സഭയിൽ തന്നെ ഏകദേശം 8, 9, 10 കുടുംബങ്ങളുണ്ടായിരുന്നതിൽ മിക്കവാറും പേര് ആർമിയിൽ ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ ഈ ആർമിയിൽ ജോലി ചെയ്യുന്ന അവരുടെ ഭർത്താക്കന്മാരൊക്കെയും യുദ്ധമുഖത്തായതുകൊണ്ട് അവരുടെ എസ്പെഷ്യലി അവർ വർക്ക് ചെയ്യുന്നത് ഈ ജമ്മു കാശ്മീർ കേന്ദ്രീകരിച്ചൊക്കെയാണ്. അപ്പോൾ അവരുടെ കുടുംബാംഗങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ടുമൊക്കെ ഈ മിഷണറിമാരെ സമീപിക്കാറുണ്ട്. ഞങ്ങളുടെ ഭവനങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ എന്താണ് ധനമൊട്ടും അങ്ങോട്ട് കൊടുക്കേണ്ട ആവശ്യമില്ലാതെ ധനം ഇല്ലെങ്കിൽ ഗവൺമെൻറ് ജോലിയുള്ള അനേക കുടുംബങ്ങൾ, വളരെ സമ്പാദ്യമുള്ളവർ, സാമ്പത്തികമുള്ളവർ, സമൂഹത്തിലെ ഉന്നത നിലവാരത്തിലുള്ളവരാണ് കൂടുതലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് അട്രാക്റ്റ് ആവുന്നത്. അത് പഞ്ചാബിൽ പോയി നിങ്ങൾ യഥാർത്ഥത്തിൽ അവരുടെ ഇടയിൽ വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ ആരാണ് ഏറ്റവും കൂടുതൽ കൺവേർട്ട് ചെയ്യുന്നത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏറ്റവും കൂടുതൽ കൺവേർട്ട് ആകുന്നത് ഈ ക്രിസ്ത്യാനികൾ കൺവേർട്ട് ആകുക എന്ന് പറഞ്ഞാൽ ദളിതർ, മിക്കവാറും ദളിത് കമ്മ്യൂണിറ്റി അവിടെ ജോലിയുള്ളവരാണ്. ഞാനൊരു ദളിത് കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ കുറച്ചു കാലം താമസിച്ച ഒരാളാണ്. പഞ്ചാബി ദളിതരുടെ ഇടയിൽ അവിടെ ഒരു 25 ഭവനങ്ങളുണ്ടായിരുന്നു. അത് ദളിത് കമ്മ്യൂണിറ്റി മാത്രമാണ്. 25 ഭവനങ്ങളിൽ ദളിത് കമ്മ്യൂണിറ്റി മാത്രമാണ്. 25 ഭവനങ്ങളിൽ 19 ഭവനത്തിലും ഗവൺമെൻറ് ജോലിക്കാരുണ്ടായിരുന്നു. നല്ല സാലറിയുള്ള ഗവൺമെൻറ് ജോലിക്കാരുണ്ടായിരുന്നു. അപ്പോൾ അവർ ക്രിസ്ത്യാനിയായിരുന്നു, നേരത്തെ മുതലേ ക്രിസ്ത്യാനിയാണ്. അപ്പോൾ
അവർക്കൊന്നും 5 പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട കാര്യങ്ങളില്ല. കാരണം അവർക്കൊക്കെ നല്ല ജോലിയുണ്ട്. ദളിത് കമ്മ്യൂണിറ്റി ആണെങ്കിലും അവർക്ക് ജോലിയുണ്ട്, അവർക്കെല്ലാം നല്ല ഭവനങ്ങളുണ്ട്, അവരുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല വിദ്യാഭ്യാസമുള്ളവരാണ്. അങ്ങനെ പഞ്ചാബിനെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദളിത് കമ്മ്യൂണിറ്റി അവിടെ യാതൊരു ഗതിയുമില്ലാതെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ ജീവിക്കുകയാണെന്നാണ് നമുക്ക് ഈ പറയുന്നവർക്ക് തോന്നുന്നത്. എന്നാൽ അങ്ങനെയല്ല. പഞ്ചാബിലെ ദളിത് കമ്മ്യൂണിറ്റി പോലും സാമ്പത്തികപരമായിട്ട് നല്ല അടിസ്ഥാനമുള്ളവരാണ്. അവർക്ക് ആ സ്ഥലങ്ങളുള്ളവരാണ്, അവർ കൃഷിയിടങ്ങളുള്ളവരാണ്. അത് നമ്മൾ ഈ ഡൽഹിയിലേക്ക് പഞ്ചാബിൽ നിന്നാണ് എല്ലാ വർഷവും എന്താണ് കർഷകർ മാർച്ച് ചെയ്ത് വരുന്നത്, ഗവൺമെൻറ്റിനെതിരെ മാർച്ച് ചെയ്ത് വരുന്നത്. അവിടെ തന്നെ നമുക്ക് കാണാം മാസങ്ങളോളമുള്ള അരിയും പച്ചക്കറിയും ഒക്കെ ആയിട്ട് അവരെന്താണ് വലിയ ട്രക്കിൻ്റെ അകത്ത് അവരെന്താണ് അവിടുത്തെ കർഷകരാണെന്ന് ആലോചിച്ച് നോക്കണം. ഡൽഹിയിലേക്ക് എന്ത് ചെയ്യാണ് മാർച്ച് ചെയ്ത് വരികയാണ്. ഡൽഹിയിൽ മാസങ്ങളോളം താമസിച്ചുകൊണ്ട് അവർ ഗവൺമെൻറ്റിനെതിരെ യുദ്ധം ചെയ്യുകയാണ്, ഇല്ലെങ്കിൽ സമരം ചെയ്യുകയാണ്. അവരങ്ങനെ മാസങ്ങളോളം വന്ന് അവിടെ പാർക്കണമെങ്കിൽ അവർ നല്ല സാമ്പത്തിക അടിസ്ഥാനം ഇല്ലാത്തവർ ഒരിക്കലും വന്ന് അങ്ങനെ മാസങ്ങളോളം ഡൽഹിയിൽ പാർത്ത് ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്യാൻ കഴിയില്ല. അവർക്ക് നല്ല അടിസ്ഥാനമുള്ള അത് തന്നെ മനസ്സിലാക്കിയാൽ മതി. പഞ്ചാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സാമ്പത്തിക അടിസ്ഥാനമുള്ളവരാണ്. അത് അവിടുത്തെ ദളിതരാണെങ്കിൽ പോലും സാമ്പത്തിക അടിസ്ഥാനം വളരെ ഒരു മൈനോറിറ്റി, മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി മാത്രമേ അവിടെ ആ ദളിതരായിട്ടില്ലെങ്കിൽ സാമ്പത്തികമില്ലാതെയുള്ളൂ. കാരണം വർഷങ്ങളോളം അവിടെ പാർത്ത ഒരു മനുഷ്യനും ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചൊരു വ്യക്തി നില ഞാൻ അവിടുത്തെ ഒരുപാട് ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചിട്ടുള്ളതാണ്. അതുപോലെ അവിടുത്തെ നല്ല നല്ല കമ്മ്യൂണിറ്റികളുടെ ഇടയിൽ സഞ്ചരിച്ച് താമസിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ടാണ് പഞ്ചാബിനെ നേരിട്ട് എനിക്കറിയാം, പഞ്ചാബിൻ്റെ പൾസ് എനിക്കറിയാം. ഗുരുദ്വാര ഞാൻ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. പഞ്ചാബികളുടെ ഭവനത്തിൽ പാർത്ത് അവരുടെ വീട്ടിൽ തന്നെ ആരാധന നടത്തിയിട്ടുള്ളൊരു വ്യക്തി. വർഷങ്ങളോളം അവരുടെ ഭവനത്തിനകത്ത് പഞ്ചാബ് സിഖ് മതക്കാരുടെ ആ വീട്ടിൽ തന്നെ എന്താണ് എനിക്ക് ആരാധനയ്ക്കുള്ള സൗകര്യങ്ങൾ അവരൊരുക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു കമ്മ്യൂണിറ്റിയാണ് അവരെല്ലാവരും അക്സെപ്റ്റ് ചെയ്യുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. പിന്നെ അവർ മറ്റുള്ള ഹിന്ദുമതത്തിൻ്റെ പോലെ ആകുന്ന വിഗ്രഹാരാധന അങ്ങനെയുള്ളതാകുന്ന അനേക ദൈവങ്ങളുടെ ആചാരങ്ങളും പൂജകളും മന്ത്രങ്ങളും ഒന്നും അവർ ചെയ്യാറില്ല. അവർക്കൊരു സിഖ് ഗുരു നാനക് എന്ന് പറയുന്ന വ്യക്തിയുടെ ടീച്ചിങ്ങിലൂടെ അവരെന്ത് ചെയ്യുകയാണ്, ആ സത്യത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിറ്റിയെ പെട്ടെന്ന് ക്രിസ്ത്യാനിറ്റിയിലേക്ക് എന്ത് ചെയ്യാൻ കഴിയും, അവർ കൺവേർട്ട് ചെയ്യാൻ പറ്റും. കാരണം ഈ ക്രിസ്ത്യാനിറ്റിക്ക് അങ്ങനൊരു സ്വഭാവമുണ്ട്. ഒന്ന് എസ്പെഷ്യലി ഈ കൺവേർഷൻ നടക്കുന്നത് ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യനിലേക്കാണ്, ഇല്ലെങ്കിൽ പെന്തക്കോസ്റ്റിലേക്കാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എന്ത് ചെയ്യുന്നത് കൺവേർട്ട് ആകുന്നത്. റോമൻ കത്തോലിക്കിലേക്കോ മറ്റ് CNI അങ്ങനെയുള്ള സഭകളുണ്ട്, വലിയ സഭകളുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾ കൺവേർട്ട് ആകുന്നത് പെന്തക്കോസ്റ്റിലേക്കാണ്. ഈ പെന്തക്കോസ്റ്റ് സഭകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമ്പത്തികപരമായിട്ട് തീരെ ഭദ്രതയില്ലാത്ത സഭകളാണ്. മിക്കവാറും സഭകൾ 195 സഭകളും പെന്തക്കോസ് അന്നത്തെ കാലഘട്ടത്തിൽ 2007-10 കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്. എന്നാൽ ഇന്നും അങ്ങനെയുള്ള എല്ലാം മറ്റുള്ള സഭകളെ അപേക്ഷിച്ച് ഈ പെന്തക്കോസ് സഭകൾ തീരെ സാമ്പത്തികമില്ലാത്തതാണ്. പക്ഷേ അപ്രകാരമുള്ള സഭയിലേക്കാണ് വലിയ കൺവേർഷൻ നടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ധനവാന്മാരായിരിക്കുന്നവർ, ഉദ്യോഗസ്ഥന്മാരായിരിക്കുന്നവർ, വലിയ രാഷ്ട്രീയ പിടിപാടുള്ളവരൊക്കെ ഇപ്രകാരമുള്ള ചെറിയ സഭകളിലേക്ക് എന്താണ് അംഗങ്ങളായി വരുമ്പോൾ ആ സഭകൾ സ്ഥലങ്ങൾ വാങ്ങിച്ച് വലിയ ചർച്ചുകൾ പണിതിട്ട് അവിടെ ഇന്ന് വലിയ വലിയ ആരാധനകൾ നടക്കുന്നുണ്ട്. അത് അങ്ങോട്ട് പൈസ കൊടുക്കുന്നതുകൊണ്ടല്ല. ഈ സത്യസുവിശേഷം ഈ പെന്തക്കോസ്റ്റ് മിഷനറി പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യാനിറ്റികളുടെ ഏറ്റവും വലിയ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർ സുവിശേഷം ജനങ്ങളിടയിൽ നന്നായി പറയുന്നവരും ആ സുവിശേഷ പ്രകാരം ആ ജനങ്ങളെ ജീവിക്കാൻ പഠിപ്പിക്കുന്നവരും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ എങ്ങനെ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അതിനെ മറികടക്കാമെന്ന് പഠിപ്പിക്കുകയും ക്രിസ്തുയേശുവിൻ്റെ നല്ല ഉപദേശങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നതാണ് പെന്തക്കോസ്റ്റ് മിഷണറിമാരെന്ന് പറയുന്നത്. അപ്പോൾ ഈ ടീച്ചിങ് ആണ് എന്ത് ചെയ്യുന്നത്, ഗുരുദ്വാരകളിൽ വർഷങ്ങളായി പോയി ആ ടീച്ചിങ്ങിൽ ആകൃഷ്ടരായിരുന്ന അവർ പ്രത്യേകിച്ച് ഇങ്ങനെ ടീച്ചിങ് കേൾക്കുമ്പോൾ അവർക്ക് എന്താണ് അവരിങ്ങോട്ട് ആകൃഷ്ടരാകാറുണ്ട്. അത് പൈസ കൊടുത്തിട്ടല്ല, ആ ഗോസ്പലിൻ്റെ പവറാണ്. ഇല്ലെങ്കിൽ ആ പെന്തക്കോസ്റ്റ് കമ്മ്യൂണിറ്റിയുടെ ആ മാനുഷികപരമാകുന്ന ഇടപെടലാണ് അങ്ങനെ. പിന്നെ ഈ ഡിസ്ക്രിമിനേഷൻ ആ പഞ്ചാബിൻ്റെ ഇടയിലുണ്ട്. 2-3 തരത്തിലുള്ള ആൾക്കാർ പഞ്ചാബികളിൽ തന്നെയുണ്ട്. അവർക്ക് ദളിത് കമ്മ്യൂണിറ്റിക്ക് പ്രത്യേക ഗുരുദ്വാര വരെയുണ്ട്. അവരെ ഒരിക്കലും എന്താണ് ഹയർ കാസ്റ്റുകാർ കൂടുന്ന ഗുരുദ്വാരയിൽ പോലും പങ്കെടുപ്പിക്കത്തില്ല. ദളിത് കമ്മ്യൂണിറ്റി പ്രത്യേക ഗുരുദ്വാര വരെയുണ്ട്. പക്ഷേ ഈ ദളിത് കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും താഴേക്കുള്ള ആളുകളല്ല ഈ ക്രിസ്ത്യൻ കൺവേർഷനിലേക്ക് വരുന്നത്. നിങ്ങൾ അവിടെ പോയി ആ ഗുരുദ്വാരകളിൽ ഇല്ലെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റിയുടെ ഗുരുദ്വാരയിലും മറ്റു ഗുരുദ്വാരയിൽ നിങ്ങൾ പോയി നോക്കും. അപ്പോൾ ഇങ്ങനെ ഈ ആളുകൾ കൺവേർഷൻ ആകുന്നത് അവിടുന്ന് മാത്രമല്ല, ദളിത് കമ്മ്യൂണിറ്റി മാത്രമുള്ളത് നല്ല ആളുകൾ വരുന്നത്. നിങ്ങൾ അവിടെ ചെന്നാൽ ഏറ്റവും ഹയർ കാസ്റ്റ് ആയിട്ടിരിക്കുന്ന പഞ്ചാബികൾ പോലും എന്താണ് അവരുടെ ഗുരുദ്വാര ഉപേക്ഷിച്ച് അവരുടെ മതം ഉപേക്ഷിച്ച് ക്രിസ്ത്യാനിലേക്ക് കൺവേർട്ട് ആകുന്നുണ്ട്. അതിൽ ഇന്ന് പഞ്ചാബിൽ ഏറ്റവും കൂടുതൽ വലിയ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന വിജേന്ദർ സിംഗ് എന്ന് പറയുന്നൊരു പ്രൊഫറ്റുണ്ട്.
പിന്നെ അങ്കൂർ നരോല എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്. അതുപോലെ മറ്റനേക വലിയ വലിയ ലക്ഷക്കണക്കിന് ആളുകൾ. അതിൽ ഈ വിജേന്ദർ സിംഗ് എന്ന് പറയുന്ന പ്രൊഫറ്റിൻ്റെ പരിപാടി ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു മീറ്റിംഗ് ഈ റായ്പൂർ നവംബർ മാസത്തിൽ പിന്നെ അറേഞ്ച് ചെയ്തിട്ട് അത് ഛത്തീസ്ഗഡ് ഗവൺമെൻറ് അതിന് അനുമതി തന്നില്ല. കാരണം 30 ലക്ഷം പേര് പങ്കെടുക്കുമെന്നാണ് ആ മീറ്റിങ്ങിൽ. അത്ര വലിയ മാസ് പങ്കെടുക്കുന്ന മീറ്റിംഗാണ് വിജേന്ദർ സിംഗ് നടത്തുന്നത്. അദ്ദേഹം ഒറീസയിൽ മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്. അതിൽ 14-15 ലക്ഷം ആൾക്കാർ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വലിയ വലിയ പാസ്റ്റേഴ്സ് അവിടെയുണ്ട്. അപ്പോൾ ഈ വിജേന്ദർ സിംഗ് സ്വന്തമായിട്ട് ഹെലികോപ്റ്റർ വരെയുള്ള ഒരു ദൈവദാസനാണ്. അത്ര വലിയ ഒരു മിനിസ്ട്രിയാണ് അദ്ദേഹം ചെയ്യുന്നത്. പഞ്ചാബിനെ ഇളക്കി മറിക്കുന്ന മിനിസ്ട്രിയാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനേകർ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് സുവിശേഷം പ്രസംഗിക്കും. നല്ലവണ്ണം ആളുകൾ സൗഖ്യം പ്രാപിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ എടുത്ത് കാണാം. അതിനെതിരെ താഴെയൊക്കെ വന്നിട്ട് ഇത് കള്ളത്തരമാണ്, അത് ആളുകളെ പ്രാക്ടീസ് ചെയ്യിച്ചു കൊണ്ടിരുന്നതാണ്, ആളുകളെ പിന്നെ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരുന്നതാണെന്നൊക്കെ ഇങ്ങനെ അതിനടിയിൽ എഴുതുന്നുണ്ട്. ഇതൊക്കെ എഴുതാൻ നേരിട്ട് അവിടെ പോയി അത് കാണുക. നേരിട്ട് അവിടെ പോയി അത് കണ്ടിട്ട് ആ സൗഖ്യം പ്രാപിച്ച ആളുകളോടോ ഇല്ലെങ്കിൽ അപ്രകാരം ക്രിസ്ത്യൻ വിശ്വാസത്തിൽ വന്നവരോടോ നിങ്ങൾ നേരിട്ട് ഒരു ഇൻ്റർവ്യൂ എടുക്കണം. ഇതെങ്ങനെയാണ് സംഭവിച്ചത്, നിങ്ങൾ ട്രെയിൻ ചെയ്ത് വന്നതാണോ, പൈസ തന്നിട്ടുണ്ടെന്ന് ചോദിച്ചിട്ട് അവരെ കൊണ്ടുവന്നെന്താണ് തീർച്ചയായിട്ടും നിങ്ങൾ പബ്ലിക്കിൽ പറയിക്കാം, ഇതിങ്ങനെ പണം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തന്നതാണ്, ഇല്ലെങ്കിൽ ഇപ്രകാരം ട്രെയിൻ ചെയ്ത് ഞങ്ങളെ കൊണ്ടുവന്നതാണ്, ഇല്ല അതിൻ്റെ ഒന്നുമില്ല എന്ന് പറയും. പക്ഷേ ഇവരങ്ങനെ ചെയ്യാതെ പുറത്തിരുന്നുകൊണ്ട് ഇങ്ങനെ പുറത്തുനിന്ന് നോക്കിയിട്ട് എന്ത് ചെയ്യാണ്, ഇതെല്ലാം പണത്തിൻ്റെതാണ്, ട്രെയിനിങ് ആണ്, കള്ളത്തരമാണ്, ഇത് ക്രിസ്ത്യാനിറ്റിക്ക് ആളുകളെ ആകർഷിക്കാൻ ചെയ്യുന്ന ചില ട്രിക്കുകളാണെന്നൊക്കെ പറഞ്ഞാണ് എന്ത് ചെയ്യുന്നത് യൂട്യൂബ് ചാനലുകളും ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. എന്നാൽ എനിക്ക് ഇതിനേക്കാളും കൂടുതൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പഞ്ചാബ് മാത്രമല്ല ക്രിസ്ത്യാനിലേക്ക് തിരിയുന്നത്. ഒറീസ എന്ന് പറയുന്ന സ്റ്റേറ്റുണ്ട്. അപ്പം ഞാൻ സെമിനാരിൽ പഠിക്കുമ്പോൾ ഒറീസ എന്ന് പറയുന്ന ഞങ്ങൾ 125 പേരുള്ള ആ സെമിനാരിൽ 65 പേര് ഒറീസയിൽ നിന്നായിരുന്നു. 65 പേര് ഒറീസയിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, ഈ ഒറീസയിൽ എന്തുകൊണ്ടാണ് ഇത്രയും ആളുകൾ ഈ ബൈബിൾ കോളേജ് പഠിക്കാൻ വരുന്നത്, എന്തുകൊണ്ടാണ് വലിയ മാസ് കൺവേർഷൻ ഒറീസയിൽ നടക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞത് ഈ ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻ്റെ കൊലപാതകത്തോടു കൂടി ഇല്ലെങ്കിൽ അദ്ദേഹത്തെയും തൻ്റെ 2 കുഞ്ഞുങ്ങളെയും കത്തിച്ചു കൊന്നതോടുകൂടി വലിയൊരു സമൂഹം ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. അപ്പം തെർത്തുല്യൻ എന്ന് പറയുന്നത് ഞങ്ങളുടെ ഒരു സഭാപിതാവ് പറഞ്ഞിട്ടുണ്ട്, രക്തസാക്ഷികളുടെ രക്തം സഭയുടെ വിത്താകുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്കത് യാഥാർത്ഥ്യമായിട്ട് തോന്നി. കാരണം ഗ്രഹാം സ്റ്റുവർട്ട് സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു ഓസ്ട്രേലിയൻ മിഷണറി, അദ്ദേഹം തൻ്റെ 2 കുഞ്ഞുങ്ങളൂടെ അവിടെ ചുട്ട് കൊല്ലപ്പെടുവാനിടയായി. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് ഒഡീഷയിൽ വലിയ മാസ് കൺവേർഷൻ നടക്കുന്നത്. പഞ്ചാബിനേക്കാൾ കൂടുതൽ ആളുകൾ കൺവേർഷൻ നടക്കുന്ന സ്റ്റേറ്റ് ഒഡീഷയാണ്. ഒഡീഷയിൽ എനിക്ക് അനേക ക്രിസ്ത്യൻ സുഹൃത്തുക്കളുണ്ട്, എൻ്റെ കൂടെ പഠിച്ച അനേകരുണ്ട്. ഞാൻ ഒഡീഷയിൽ നിന്ന് വെറും 40 കിലോമീറ്റർ മാത്രം ദൂരെ താമസിക്കുന്നതാണ്. അനേക തവണ എന്നെ അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഒറീസയിലേക്ക്. അവിടെ വലിയ വലിയ ചർച്ചകളുണ്ട്. 10,000, 20,000, 30,000 ആളുകൾ കൂടി വരുന്ന വലിയ ചർച്ചകളുള്ളത് ഒഡീഷയിലാണ്. പഞ്ചാബിനേക്കാൾ ഉപരിയായി ആളുകൾ കൺവേർഷൻ നടക്കുന്നത് ഒഡീഷയിലാണ് മാഷെ. അപ്പം അവിടെ എന്താണ്, അവിടെയും ഇതുപോലെ വലിയ മിറക്കിളുകൾ, വലിയ ചർച്ചകളുണ്ട്. മറ്റ് മതങ്ങൾ വിട്ട് അവർ കയറുന്നവരുണ്ട്. അതുപോലെ തന്നെ പിന്നീട് ഛത്തീസ്ഗഡിലും ഇതുപോലെ തന്നെ എന്താണ് വലിയ ഒരു കൂട്ടം തന്നെ ക്രിസ്ത്യാനിലേക്ക് കടന്നു വരുന്നുണ്ട്. അത് എസ്പെഷ്യലി ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്നൊക്കെ എന്താണ് ഈ ദളിത് കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ പോലുള്ള ദളിത് കമ്മ്യൂണിറ്റി ആയിട്ട് നമ്മൾ പലപ്പോഴും കൂട്ടാറുണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ദളിത് കമ്മ്യൂണിറ്റിക്ക് പെട്ടെന്ന് ജോലി ലഭിക്കുവാനിടയായി. അപ്പം മിക്കവാറും പേര് ഈ ഛത്തീസ്ഗഡിൽ ദളിത് കമ്മ്യൂണിറ്റി ക്രിസ്ത്യാനിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ജോലിക്കാരായിരിക്കും. എനിക്ക് 100 കണക്കിന് സഭകൾ ഛത്തീസ്ഗഡിൽ അറിയാം. 100 കണക്കിന് സഭകൾ ഞാൻ വിസിറ്റ് ചെയ്ത് പ്രീച്ച് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെല്ലുന്നിടത്തൊക്കെ മിക്കവാറും എന്താണ് കാണാമെന്ന് പറഞ്ഞാൽ ദളിത് കമ്മ്യൂണിറ്റി എന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് കൊണ്ട് നമുക്ക് അവരെ അറിയാം. കാരണം കേരളത്തിലെ പോലെ അല്ല, ഇവിടെ പേര് കൊണ്ട് നമുക്ക് അവരുടെ ദളിത് കമ്മ്യൂണിറ്റിയാണോ ഹയർ കമ്മ്യൂണിറ്റിയാണോ നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം ബഞ്ചാരെ, അതുപോലെ കുറെ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദളിത് കമ്മ്യൂണിറ്റിയാണ്. അവരുടെ പേരിനോട് കൂടെ ഇപ്പോൾ രാജേഷ് കുറെ ഇല്ലെങ്കിൽ സുമൻ ബഞ്ചാരെ, സുമൻ കുറെ, ഇങ്ങനെയുള്ള പേരുകൾ എന്താണ് ഇവരിടുമ്പോൾ നമുക്ക് ആ പേര് കേൾക്കുമ്പോഴേ അറിയാം ഇവരെന്താണ് ഈ SC/ST കമ്മ്യൂണിറ്റി ആണോ എന്ന് അറിയാൻ പറ്റും. അപ്പോൾ ഇവരെല്ലാം ജോലിക്കാരാണ്. അപ്പോൾ അവിടെയുള്ള കമ്മ്യൂണിറ്റി പോലും ജോലി കിട്ടാൻ എളുപ്പമുണ്ട്. പിന്നീട് ആദിവാസി കമ്മ്യൂണിറ്റികൾ, ആദിവാസികളുടെ ഇടയ്ക്ക് ഇപ്പോൾ വളരെ സ്ട്രിക്റ്റായ നിയമങ്ങളുണ്ട്. അവർ മറ്റു മതത്തിലേക്ക് പോരെന്നൊക്കെ പറഞ്ഞ് ഗവൺമെൻറ് വലിയ നിയമങ്ങൾ ഛത്തീസ്ഗഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ കൺവേർഷന് വേണ്ടി 5 പൈസ പോലും മുടക്കാൻ ഇവാഞ്ചലിക്കൽ ചർച്ചുകൾ തയ്യാറുമല്ല. കൊടുക്കാനൊട്ട് മിഷണറിമാരുടെ പൈസയുമില്ല. കാരണം മിഷണറിമാരെല്ലാം നന്നേ പാവപ്പെട്ടവരായിരിക്കും, ഇല്ലെങ്കിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി പോലും ബുദ്ധിമുട്ടുന്ന അനേകം മിഷണറിമാരുണ്ട്. പക്ഷേ ഇതൊരു ഗോസ്പൽ, മാത്യു ശോമാന് പറഞ്ഞതുപോലെ ഇതൊരു ട്രൂത്താണ്, യൂണിവേഴ്സൽ ട്രൂത്താണ്. ഇപ്പോൾ ടൊപ്പേക്കയിലൊക്കെ ഉണ്ടായ പോലെ, അസൂസ സ്ട്രീറ്റിലുണ്ടായ
റിവൈവലുകളുണ്ട്. റിവൈവൽ അത് ബൈബിൾ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്, റിവൈവൽ എന്ന് പറയുന്നത്. അതായത് ആദിമ പെന്തക്കോസ്ത് സഭ എസ്റ്റാബ്ലിഷ് ചെയ്ത് തന്നെ റിവൈവലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതെവിടെയാണ് സ്ഥാപിച്ചെന്നറിയോ? റോമാ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ ചർച്ചിനെ ആക്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജെറുസലേമിൽ വെറും 120 പേര് കൂടിയിരുന്നപ്പോൾ ഈ പെന്തക്കോസ്ത് എന്ന് പറയുന്നൊരു ദിനമുണ്ട്. പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ 50-ാം നാൾ, യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ് പോയതിൻ്റെ 50-ാം നാൾ പരിശുദ്ധാത്മാവ് ജനത്തിന് മേൽ വരികയും അവിടെ ഒരു മാസ് കൺവേർഷൻ നടക്കുകയാണ്. ഒറ്റ പ്രീച്ചിങ്ങിൽ പത്രോസ് എന്ന് പറയുന്ന യേശുക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യൻ്റെ ഒരു പ്രസംഗത്തിൽ 3000 പേര് മാനസാന്തരപ്പെട്ട് സഭയോട് ചേർന്നു എന്നാണ് ആ ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ് ഈ കൺവേർഷൻ, ഇല്ലെങ്കിൽ എന്താണ് ഈ റിവൈവൽ എന്ന് പറയുന്നത്. അത് ലോകത്തിൻ്റെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ വലിയ ഈ റിവൈവൽ ഉണ്ടായിട്ട് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന റിവൈവൽ ഉണ്ടായി. ഒരു 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായൊരു റിവൈവൽ ഇല്ലേ, ഉണ്ണുണ്ണിച്ചായൻ്റെ കാലഘട്ടങ്ങളിൽ, കുക്കുസാഹിബിൻ്റെയൊക്കെ കാലഘട്ടങ്ങളിൽ, ഈ 100 വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലുണ്ടായൊരു റിവൈവൽ, ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ റിവൈവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുണ്ടായ റിവൈവലാണ്. അതായത് ആ മധ്യ തിരുവിതാംകൂർ ആ ഭാഗങ്ങളിലുണ്ടായ ആ റിവൈവൽ ഇന്നും കേരളത്തിൽ നിലകൊള്ളുകയാണ്. അങ്ങനെയാണ് IPCA, ചർച്ച് ഓഫ് ഗോഡ്, ഷാരോൺ ഇങ്ങനെയുള്ള സഭകളൊക്കെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഫുൾ ഗോസ്പൽ ചർച്ചുകളൊക്കെ ഉണ്ടാകുന്ന ആ റിവൈവലിൻ്റെ ഭാഗമാണ്. ആ റിവൈവൽ ഇന്നും കത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ റിവൈവലിൻ്റെ ഭാഗമായി കേരളത്തിൽ നിന്നും അനേകം മിഷണറിമാർ തങ്ങളുടെ കുടുംബവും വീടും ഒക്കെ വിട്ടിട്ട് എന്ത് ചെയ്തു, നോർത്ത് ഇന്ത്യ പോലെയുള്ള കുഗ്രാമങ്ങളിലേക്ക്, ആൾതാമസമില്ലാത്ത, വണ്ടിയില്ലാത്ത, അല്ലേ, മനുഷ്യവാസം പോലും ഇല്ലാത്ത, ആശുപത്രികളില്ലാത്ത, സ്കൂളുകളില്ലാത്ത കുഗ്രാമങ്ങളിലേക്ക് ചേക്കേറി മനുഷ്യനെ മനുഷ്യനാക്കാൻ പഠിപ്പിച്ചു. അവരെ മനുഷ്യനാക്കി തീർത്തു. ഇന്നും ഛത്തീസ്ഗഡിൻ്റെയും ഒറീസയുടെയും അതുപോലെ UPയുടെയും നമ്മുടെ ജാർഖണ്ഡിൻ്റെയൊക്കെ കുഗ്രാമങ്ങളിൽ കിടക്കുന്ന മനുഷ്യന് അവരുടെ ക്യാപിറ്റൽ സിറ്റി ആണെന്നറിയില്ല, അവരുടെ തൊട്ടടുത്തുള്ള ടൗൺ എന്നറിയത്തില്ലാത്ത മൃഗങ്ങളെപ്പോലെ ജീവിക്കുന്ന, എഡ്യൂക്കേഷൻ ഇല്ലാതെ 6 മണി മുതൽ 6 മണി വരെ നേതാക്കന്മാരുടെ ഇല്ലെങ്കിൽ മുതലാളിമാരുടെ ഈ കേത്തിപ്പാടികളിൽ വയലിൽ പണി ചെയ്യുന്ന വെറും 150 രൂപയ്ക്ക് 220 മേളയ്ക്ക് ഒരു കൂലി പോലുമില്ല. അങ്ങനെ പണി ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ പോയി രാവും പകലും അവരോടുകൂടെ പാർത്ത് സുവിശേഷ പ്രവർത്തനം ചെയ്തു. അങ്ങനെ അവരെ മനുഷ്യരാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ മനുഷ്യനായി കാണാനും മനുഷ്യപരമാകുന്ന തലത്തിലേക്ക് അവനെ ഉയർത്താനും മിഷണറിമാർ ചെയ്യുന്ന പ്രവർത്തനങ്ങളെ എന്താണ് ശ്ലാഘനീയമാണ്. അങ്ങനെ ആ ഗ്രാമത്തിലുള്ളവർ, ദളിതരായിരിക്കുന്നവർ, തള്ളപ്പെട്ടവർ, സമൂഹത്തിലെ ഡൗൺ റോഡൻ കമ്മ്യൂണിറ്റി ആയിട്ടുള്ളവർ, ചവിട്ടിമതിക്കപ്പെട്ട ജനത എന്താണ് സുവിശേഷത്തെ ആലിംഗനം ചെയ്തു എന്നുള്ളതാണ്. അത് ക്രിസ്ത്യാനിറ്റിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. അതൊരു അഗ്രസീവായിട്ടുള്ള പോളിസി ഒന്നും ഞങ്ങൾക്കില്ല. വാളെടുക്കാറില്ല, കത്തിയെടുക്കാറില്ല, അമ്പുമില്ലും എടുക്കാറില്ല, തല വെട്ടാറില്ല. ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് ഗോസ്പലാണ്. ഗോസ്പൽ മാത്രം ഷെയർ ചെയ്തുകൊണ്ട് മനുഷ്യനെ മനുഷ്യനാക്കി സമൂഹത്തിൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ ആ കമ്മ്യൂണിറ്റിയിലേക്ക് ആളുകൾ വരിക തന്നെ ചെയ്യും. അത് സ്വാഭാവികമാണ്. അതിനൊരു പൊടിയുടെയും ആവശ്യമില്ല, അതിനൊരു ഒരു രൂപയുടെ ആവശ്യമില്ല, അതിന് സോപ്പിൻ്റെ ആവശ്യമില്ല, അതിന് ചീപ്പിൻ്റെ ആവശ്യമില്ല. അതിന് കൊടുക്കേണ്ടത് അവന് മാനസികപരമാകുന്ന എൻകറേജ് ചെയ്യുമ്പോൾ, അവനെ വെളിച്ചത്തിലേക്ക് കരം പിടിച്ച് നടത്തുന്ന സുവിശേഷത്തിൻ്റെ സീലുകൾ അവനോട് വിളിച്ചു പറയുമ്പോൾ അവൻ്റെ അകക്കണ്ണ് തുറക്കുകയും അവൻ ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആകർഷിക്കുകയും ചെയ്യുകയാണ്. ഇല്ലാതെ അപ്രിയ സത്യങ്ങളെന്ന് പറയുന്ന ആ ചാനലിൽ അദ്ദേഹം പറയുന്നത് പോലെ, അദ്ദേഹം പറയുന്നത് മുഴുവനും എന്താണ് അപ്രിയ സത്യങ്ങളാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം സത്യമേ പറയുന്നില്ല, അദ്ദേഹം പറയുന്നത് മുഴുവൻ എന്താണ് ഇങ്ങനെ അദ്ദേഹത്തിന് മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളെ പറയുകയാണ്. എന്നാൽ അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ഒരു ട്രൂത്താണ്. അത് ബൈബിളിൽ അത് കാണുവാൻ കഴിയും. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സുവിശേഷം പറയുവിൻ, നിങ്ങൾ ശിഷ്യന്മാരെ ഉണ്ടാക്കിക്കൊള്ളുമെന്നാണ് പറയുന്നത്. ആ വാക്യം കേട്ടുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ശിഷ്യന്മാർ ഇറങ്ങിപ്പോകുന്നത്. ഇല്ലാതെ അമേരിക്കയിൽ നിന്ന് പൈസ വരുന്നതുകൊണ്ടല്ല. അമേരിക്കയിൽ നിന്ന് പൈസ ഉള്ളത് കൊണ്ടല്ല ചർച്ച്. ഈ 2014 മുതൽ 24 വരെയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൺവേർഷൻ ചെയ്യപ്പെട്ടത്. അതായത് ഏറ്റവും കൂടുതൽ സ്ട്രിക്റ്റ് ലോ ഉണ്ടായ സമയത്താണ് ഏറ്റവും കൂടുതൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ വളർന്നതെന്ന് നമുക്ക് കാണാൻ കഴിയും. 2035-40 ആകുമ്പോഴത്തേക്കും ഇന്ത്യയിലെ രണ്ടാമത്തെ സ്ഥാനത്തേക്ക് എന്നാണ് ക്രിസ്ത്യാനിറ്റി കടന്നു വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ക്രിസ്ത്യാനിറ്റിയുടെ സ്വഭാവം അങ്ങനെയാണ്, അത് വളർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോഴെന്താണ്, ഇപ്പോൾ നമുക്ക് ഹിന്ദു മതത്തിലുള്ളവരെ നമുക്ക് തിരിച്ചറിയാം, സർട്ടിഫിക്കറ്റിൽ ഹിന്ദു എന്നാണ്. മുസ്ലിം മതത്തിലുള്ളവരെ മുസ്ലിം എന്നാണ്. സിഖുകാരെന്നവരുടെ സർട്ടിഫിക്കറ്റിൽ എഴുതും. പക്ഷേ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ സർട്ടിഫിക്കറ്റിൽ ക്രിസ്ത്യാനിന്ന് എഴുതാൻ പറ്റത്തില്ലാത്ത അനേക പ്രോബ്ലംസുകൾ നോർത്ത് ഇന്ത്യയിലുണ്ട്. അതുകൊണ്ട് അവർ ക്രിപ്റ്റോ ക്രിസ്ത്യൻസ്, അവരെന്താണ് മറഞ്ഞിരിക്കുന്ന ക്രിസ്ത്യാനികളാണ്. ഞാനൊക്കെ പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ 100 കുട്ടികൾ ക്രിസ്ത്യാനിയാണെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റിൽ കിടക്കുന്നത് ഹിന്ദു തന്നെയാണ്. അത് മാറ്റാൻ കഴിയില്ല. അത് മാറ്റിയാൽ സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകും.
അതുകൊണ്ടൊരു ക്രിസ്ത്യാനി ആയാലും അവൻ്റെ സർട്ടിഫിക്കറ്റ് ഹിന്ദുവായി നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനിറ്റി ഇന്നും 2% എല്ലാവരും ഇങ്ങനെ ചിന്തിക്കുന്നത്. ക്രിസ്ത്യാനിറ്റി 1947 2.3% 2024 കാണിക്കുന്ന 2.3%. പക്ഷേ അങ്ങനെയല്ല. 2040 ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ രണ്ടാമത്തെ മതമായി, അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിൽ 2ാം സ്ഥാനത്തേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. കാരണം അപ്രകാരമുള്ള മാസ് കൺവേർഷനുകൾ വിവിധ സ്റ്റേറ്റുകൾ നടക്കുന്നു. കേവലം പഞ്ചാബ് മാത്രമല്ല, ജാർഖണ്ഡിൽ അങ്ങനെയാണ്, ഒറീസയിൽ അങ്ങനെയാണ്, UP-യിൽ അങ്ങനെയാണ്, മധ്യപ്രദേശിൽ അങ്ങനെയാണ്, ഛത്തീസ്ഗഡിൽ അങ്ങനെയാണ്, ആന്ധ്രയിലും തെലുങ്കാനയിലും അതുപോലെ തന്നെ തമിഴ്നാട്ടിലും അങ്ങനെയാണ്. കേരളത്തിൽ 100 വർഷത്തിനിടയിൽ പെന്തക്കോസ്ത് എന്ന് പറഞ്ഞാൽ തള്ളപ്പെട്ട ജനങ്ങളുടേതാണ്, ദളിതരുടേതാണ്, അല്ലേ? സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ളവനാണെന്നായിരുന്നു കേരളത്തിലെ പോലും പെന്തക്കോസ്തുകാരെക്കുറിച്ചുള്ള വിലയിരുത്തൽ അങ്ങനെ ആയിരുന്നു. എന്നാൽ ഇന്ന് കുമ്പനാട്, പത്തനംതിട്ട പോലെ ഡിസ്ട്രിക്റ്റുകൾ, എറണാകുളം പോലുള്ള ഡിസ്ട്രിക്റ്റുകളിൽ, കോട്ടയം പോലുള്ള ഡിസ്ട്രിക്റ്റുകളിൽ ഇന്ന് ആരാണ് ഏറ്റവും കൂടുതൽ പെന്തക്കോസ്തുകാരുള്ളത്? റോമൻ കാത്തലിക്സിൽ നിന്നും യാക്കോബസ്റ്റുകളും, അല്ലേ, മർത്തോമക്കാരും, അതുപോലെ ഈഴവ സമുദായത്തിൽ നിന്നും നായർ സമുദായത്തിൽ നിന്നൊക്കെയും എന്താണ് അനേക ലക്ഷങ്ങളാണ് പെന്തക്കോസ്തിലേക്ക് എന്ത് ചെയ്യുന്നത്, കടന്നു വരുന്നത്. അവർക്കൊന്നും പൈസ കൊടുത്തുകൊണ്ടല്ല. സത്യം നിങ്ങൾ തിരിച്ചറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്നുള്ള ഒരു ദൈവത്തിൻ്റെ വചനമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം. അത് ഇപ്രകാരമാണ് പറയുന്നത്: നിങ്ങൾ സത്യം തിരിച്ചറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അപ്പോൾ സത്യത്തിനൊരു ശക്തിയുണ്ട് സ്വതന്ത്രരാക്കുവാൻ കഴിയുന്ന. ആ സത്യം യേശുക്രിസ്തു വിളിച്ചു പറയുകയാണ്. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് യേശു വിളിച്ചു പറയുകയാണ്. അപ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്നു പറഞ്ഞു കഴിഞ്ഞാൽ യേശു തന്നെ പറയുകയാണ്, ഞാൻ തന്നെ വഴിയും സത്യം ജീവനുമാകുന്നു, എന്നെ കൂടാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലുന്നില്ല എന്ന് യേശു പറയുകയാണ്. അതുകൊണ്ട് ആ സത്യം അന്വേഷിക്കുന്നവരെന്താണ് തീർച്ചയായിട്ടും ഇങ്ങോട്ട് ക്രിസ്ത്യാനിലേക്ക് കടന്നു വരിക തന്നെയും, അല്ലേ? നമ്മുടെ ഇന്ത്യയുടെ പൂർവ്വചരിത്രങ്ങൾ എടുക്കുമ്പോൾ, ആ ഉപനിഷത്തുകളൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവിടെയും എന്താണ് ഇപ്രകാരം ഒരു പ്രാർത്ഥന നമ്മൾ ഈ സ്കൂളിൻ്റെയും കോളേജിൻ്റെയും നമ്മുടെ ഭരണഘടനയൊക്കെ മണ്ടയിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നുണ്ട്. അസത്തോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമാർ അമൃതം ഗമയ എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അതിലൊരു ഭാഗമാണ് ഇരുട്ടിൽ നിന്ന് തന്നെ വെളിച്ചത്തിലേക്ക് നയിക്കണമേ, അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നയിക്കണമേ, മരണത്തിൽ നിന്നും നിത്യജീവനിലേക്ക് നയിക്കണമേ എന്നുള്ള ആ പ്രാർത്ഥന. സത്യാന്വേഷികളായിരിക്കുന്ന അവരത് പ്രാർത്ഥിക്കുകയാണ്. അതിൻ്റെ ഫലമായി യേശുക്രിസ്തു എന്താണ്, ഞാൻ തന്നെ ആ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞു, ഞാൻ തന്നെ സത്യമാകുന്നു എന്ന് പറഞ്ഞു, ഞാൻ തന്നെ നിത്യജീവനാകുന്നു എന്ന് പറഞ്ഞു. ഈ സത്യം തിരിച്ചറിയുമ്പോൾ ആളുകൾ കൊണ്ട് വരും, ആളുകൾ ക്രിസ്ത്യാനിലേക്ക് വരും. അത് പൈസ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല, അവർ പൈസ നമുക്ക് തരും. ഈ സത്യം വിളിച്ചു പറയുന്നവൻ എന്താണ്, ഈ സത്യത്തിലേക്ക് വരുന്നവൻ എന്താണ്, അവൻ്റെ കയ്യിലുള്ളതൊക്കെ കൊടുക്കും. അങ്ങനെയാണ് അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു സംഭവമുണ്ട്, 2-ാം അധ്യായം. അതെടുത്ത് വായിച്ചു നോക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ജനങ്ങൾ എന്താണ്, അവരുടെ വസ്തുവകളൊക്കെയും വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചെന്ന് പറഞ്ഞൊരു വാക്യമുണ്ട്. അപ്പോസ്തലന്മാർ തനിക്കുള്ളതൊക്കെ വിറ്റ് വിശ്വാസികൾക്ക് കൊടുത്തു എന്നല്ല അവിടെ എഴുതിയിരിക്കുന്ന. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായം 1, 2, 3 ഒക്കെ പഠിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്, ആ വിശ്വസിച്ചവർ തങ്ങൾക്കുള്ളതൊക്കെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ കൊണ്ടുവച്ചു, അവരത് എല്ലാവർക്കും ആവശ്യമുള്ളത്ര വീതിച്ചു കൊടുത്തു എഴുതിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ഓർത്തി നടക്കുന്നതും. എത്ര പാവപ്പെട്ടവരാണെങ്കിലും അവർ കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി, സത്യത്തിന് വേണ്ടി അവർ കൈ തുറക്കും. അതൊക്കെ പഞ്ചാബിൽ നടക്കുന്നുണ്ട്. നിങ്ങൾ പഞ്ചാബിൽ പോയി അവിടെ ജനങ്ങളുടെ ഇടയിൽ പാർത്ത് അവരുടെ കൂടെ താമസിച്ചുകൊണ്ട് നിങ്ങൾ സത്യം കണ്ടെത്തുന്നത്. എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിലേക്ക് ആളുകൾ ഇങ്ങനെ കടന്നു വരുന്നത്? ഇല്ലാതെ ഒരു പാൽപ്പൊടിയുടെയും ഭക്ഷണത്തിൻ്റെയും സോപ്പും ചീപ്പും കണ്ണാടിയും കൊടുക്കുന്നത് കൊണ്ടും കള്ളം പറഞ്ഞും ട്രിക്ക് കാണിച്ചുമല്ല ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആൾ വരുന്നത്. അങ്ങനെ കാണിച്ചാൽ അതിന് നിലനിൽക്കാൻ കഴിയുകയില്ല. സത്യത്തിൻ്റെ മാർഗം ചൂണ്ടിക്കാണിക്കുമ്പോൾ ജനങ്ങൾ സ്വതന്ത്രരാകുന്നു, അവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വരുന്നു. ഇതാണ് പഞ്ചാബിൽ സംഭവിക്കുന്നത്, മറ്റുള്ള സ്റ്റേറ്റുകളിൽ സംഭവിക്കുന്നത്. അതിനെ ഓർത്ത് നമ്മൾ കരഞ്ഞിട്ടൊരു കാര്യമില്ല. ഇത് ട്രൂത്താണ്, അത് യേശു പറഞ്ഞതാണ്. അത് ഏത് സാഹചര്യത്തിലും നടപ്പിലാകും. റോമാ സാമ്രാജ്യം ഏറ്റവും വലിയ കടുങ്കെട്ട് നിയമം ഉണ്ടാക്കിയിട്ട് ഒറ്റപ്രസംഗത്തിന് 3000 പേര് മാനസാന്തരപ്പെട്ടു, പിന്നീട് 5000. അങ്ങനെ അവിടെ ജനസംഖ്യ വർദ്ധിക്കുകയായിരുന്നു. ക്രിസ്ത്യാനിറ്റികൾ തല പോകുമെന്ന് പറഞ്ഞപ്പോഴും അവരെന്താണ്, സത്യത്തോട് ചേർന്നു വന്നു. അത് തന്നെയാണ് ഇന്ന് ഇന്ത്യയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ഓർത്ത് ആരും വേദനപ്പെട്ടിട്ട് കാര്യമില്ല. സത്യം എന്താണ്, അതെപ്പോഴും സത്യമായി നിലകൊള്ളുക തന്നെ ചെയ്യും. ആ സത്യം യേശു മാത്രമാണ്, മറ്റൊരുവൻ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ദൈവം ഇതാണ്, തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു എന്നാണ് പറയുന്നത്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന്. അപ്പോൾ ഇതൊരു നിത്യജീവൻ്റെ മാർഗവും കൂടെയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും എന്താണ്, ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കടന്നു വരാം. ഈ ക്രിസ്ത്യാനിറ്റിയുടെ സത്യത്തെ അറിഞ്ഞ് നിങ്ങൾക്കും ജീവിക്കാം. അങ്ങനെ സ്വർഗരാജ്യം നിങ്ങൾക്കും സ്വന്തമാക്കാമെന്നുള്ള ഈ ചിന്തയോടുകൂടി എൻ്റെ ഈ വാക്കുകൾ ഇവിടെ ചുരുക്കുന്നു.